കൊട്ടിയത്ത് നിന്ന് നമ്മളെ യാത്ര തുടങ്ങിയാണ്. അപ്പൊ ഞാനവിടെ കാത്തു നിന്നു. അപ്പൊ ഇതാണ്ട സജിലെല്ലാം ഉണ്ട്. അപ്പൊ ഒരാളും കൂടെ വരാൻ വേണ്ടി താമസിച്ച്, അങ്ങനെയാണ് യാത്ര കുറച്ചും കൂടെ താമസിച്ച് വന്നത്. പാട്ടൊന്ന് നിർത്തിയായിരുന്നെങ്കിൽ ഈ പറയുന്നതെന്ന് കേട്ടേ. സൗണ്ട് കുറച്ച്. അപ്പം ഇപ്പം നമ്മൾ കൊട്ടിയം വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ പൊന്മുടിക്ക് വിടാനുള്ള പ്ലാനാണ്. അപ്പം ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പം ഏതാണ്ട് 38 ഡിഗ്രി ഇല്ലേ, 38 ഡിഗ്രിയും അതിൻ്റെ ഫീലിംഗ് ഏതാണ്ട് 50. നല്ല ചൂടുള്ള സമയമാണ്. യാത്ര വെക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ഇനി അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്തെങ്കിലും കഴിക്കണം. വഴിക്ക് വേണം. 10 മണിയൊക്കെ ആവണം ഇനി. ഓക്കെ. ഇതൊക്കെ നമുക്ക് വഴിമധ്യയുള്ള കാഴ്ചകളാണ്. പ്രധാന കാഴ്ചകൾ ഇനി വരുന്നതേ ഉള്ളൂ. സാധാരണ രീതിയിൽ പൊന്മുടി പോകണമെങ്കിൽ തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് വഴി പോകണം. ഞങ്ങൾ കുറച്ച് സ്ഥലം കൂടി കവർ ചെയ്യാൻ വേണ്ടി പാരിപ്പള്ളി, കടയ്ക്കൽ, പാലോട്, പൊന്മുടി റൂട്ട് തിരഞ്ഞെടുത്തു. ഈ റൂട്ടിൽ ഇതുപോലെയുള്ള സുന്ദരമായ കാഴ്ചകൾ ധാരാളമുണ്ട്. നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. റോഡരികിലെ പൊന്തക്കാടാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ തന്നെ നോക്കിക്കേ. നല്ല വളഞ്ഞു തിരിഞ്ഞ റോഡുകൾ, കാടിന്റെ സൗന്ദര്യവും കാടിന്റെ ശബ്ദവും കേട്ട് സുന്ദരമായി യാത്ര ചെയ്യാം നമുക്ക്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം കൂടിയാണ്. പൊന്മുടി റൂട്ടിൽ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ മുന്നിൽ കുറച്ച് വിനോദസഞ്ചാരികൾ പോകുന്നുണ്ടല്ലോ. നമ്മൾ പൊന്മുടി എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്. കാറിനും 40 രൂപയാവും. ഇരുപത്തിരണ്ട് ഹെയർ പിൻ വളവുകളുണ്ട്. അത് കഴിഞ്ഞ് വേണം മുകളിലെത്താൻ. മുകളിലോട്ട് പോകും തോറും തണുപ്പ് കൂടി വരും. വളരെ കുറച്ചാണെങ്കിലും തേയില കൃഷിയൊക്കെ ഇവിടെ ഉണ്ട്. കൂടാതെ ഈ കൃഷി ചെയ്യുന്ന തേയിലകൾ വിപണനത്തിനായി എത്തിച്ചിട്ടുമുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായി ഞങ്ങൾ പുറത്തേക്കിറങ്ങി.
അകലെ കോടമഞ്ഞ് പൊതിഞ്ഞ മലനിരകൾ കാണാം. താഴ്ഭാഗത്തു നിന്ന് വാഹനം ഓടി വരുന്നത് കാണാൻ വളരെ നല്ല രസമാണ്. മുകളിലെത്തിയപ്പോഴേക്കും നല്ല തണുത്ത കാറ്റ് വീശി തുടങ്ങിയിരുന്നു. മലനിരകളും തേയിലകൃഷിയുമാണ് ഇവിടുത്തെ പ്രത്യേക ആകർഷണം. കൂടാതെ നല്ല തണുത്ത കാലാവസ്ഥയും. ഈ ബോർഡ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, ബസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ ഉയരത്തിലുള്ള ഈ പ്രദേശം പച്ചപ്പാൽ മൂടിയ പുൽമേടുകൾ കൊണ്ടും എപ്പോഴും തങ്ങി നിൽക്കുന്ന കോടമഞ്ഞ് കൊണ്ടും പേരുകേട്ടതാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള യാത്രയിൽ 22 ഹെയർപിൻ വളവുകൾ താണ്ടി വേണം മുകളിലെത്താൻ. സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവം നൽകുന്നു. യാത്രക്കിടെയുള്ള തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയും താഴെയുള്ള കല്ലാർ നദിയും ഗോൾഡൻ വാലിയുമെല്ലാം പൊന്മുടിയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. ഇത് തികച്ചും ശാന്തവും സുന്ദരവുമായ പ്രദേശം തന്നെ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പരിസരമൊക്കെ വെയിലായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റ് വീശി അടിക്കുന്നുണ്ട്. കുറച്ച് നല്ല ഫോട്ടോ സ്പോട്ടുകൾ കണ്ടെത്തി നല്ല 2-3 ഫോട്ടോ എടുക്കണം. വെയിലും തണുപ്പും ഒരുമിച്ച് അനുഭവപ്പെടുന്ന കാഴ്ച. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ തിരക്കാണ്. നല്ല ഒരു ഫോട്ടോ സ്പോട്ടാണിത്.
എത്ര പ്രാവശ്യം മല കയറിയാലും നമുക്ക് കൊതി തീരില്ല. അതേ കണക്കുള്ള കാലാവസ്ഥയാണിത്. നിങ്ങളും ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്തിരിക്കണം. ദൂരെ കാണുന്നത് മഞ്ഞാണ്. ഈ മഞ്ഞിൻ്റെ തണുപ്പാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വീശുന്നത്. ഇത്രയും കാഴ്ച കണ്ട് നമ്മൾ പൊന്മുടിയോട് താൽക്കാലികമായി വിടവാങ്ങുന്നെങ്കിലും കൂടുതൽ ഒരു സ്ഥലം കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മളിനി പോകുന്നത് പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. മറ്റങ്ങ് കാണാത്ത രീതിയിലുള്ള കാടുകൾക്ക് ഒരു വ്യത്യസ്തത തന്നെയുണ്ട്. അതൊരു സവിശേഷപ്പെട്ട കാഴ്ച തന്നെയാണ്. അതേ, നമ്മൾ പേപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. പക്ഷേ കയറുമ്പോൾ അവിടെ പേര് എഴുതി വെക്കണമെന്ന് മാത്രം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ വിതുരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സംരക്ഷിത വനമേഖലയാണ് പേപ്പാറ വന്യജീവി സങ്കേതം. 1983 സ്ഥാപിതമായ ഈ സങ്കേതം ഏകദേശം 53 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. കരമനയാറ്റിലെ പേപ്പാറ ഡാമിൻ്റെ വിസ്റ്റി പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശം തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നുകൂടിയാണ്. പ്രകൃതി സ്നേഹികൾക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ആകർഷകമായ ഒരു പ്രധാന സ്പോട്ടാണ് ഈ സ്ഥലം. കനത്ത വേനൽ ചൂടിൽ ഈ നദിയെല്ലാം വറ്റി വരണ്ടു പോയിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ ഈ കാണുന്ന പ്രദേശം മൊത്തം വെള്ളത്തിനടിയിലാവും. അപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഈ ഫൈബർ ബോട്ട്. തുടർന്നും ഇത് കണക്കുള്ള യാത്രാ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.